5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റി. കാലൊന്ന് പൊള്ളിയുണ്ടായിന്, ചെറുതായിട്ടൊന്നുമില്ല, ഒരു കാര്യമായിട്ട് വലുതായിട്ട് എൻ്റെ പൊള്ളിയിൽ. അമ്മേനെ ട്രീറ്റ് ചെയ്തൊരു ഡോക്ടർ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ടൊക്കെയാണ് ഒരു ഇൻഫ്ലുവൻസ് ആകാറ്, ഒരു മോട്ടിവേഷൻ ആവുക എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇങ്ങനെ ഡോക്ടർ ആവുക എന്നുള്ളൊരു ഇത് ഉള്ളിൽ കയറിയത്. ഹായ് എവ്രി വൺ, എൻ്റെ പേര് അഞ്ജന. ഞാനിവിടെ റേസിലെ എയിംസ് ബാച്ചിൽ റിപ്പീറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഈ ഇയർ 2025 നീറ്റിൽ നല്ലൊരു സ്കോറോട് കൂടി എന്താ പറയുക അച്ചീവ് ചെയ്യാൻ പറ്റി. ഭയങ്കര സന്തോഷമുണ്ട്. എന്താ പറയുക, എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ദൈവത്തിനോടായാലും പേരൻസിനോടായാലും ഫാമിലി, ഫ്രണ്ട്സ്, റേസിലെല്ലാവരും, റേസാണ് നമ്മളെ ഒരു ഫാമിലി മാതിരി തന്നെ. അപ്പോൾ അത് നമ്മളെ ഫാമിലി തന്നെ. എല്ലാവരോടും ഭയങ്കര താങ്ക്ഫുള്ളാണ്. ഡയറക്ടേഴ്സ്, ടീച്ചേഴ്സ്. ഞാൻ ഹോസ്റ്റലിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഞങ്ങളെ ഹോസ്റ്റലിൽ എന്നൊക്കെ പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഡയറക്ടേഴ്സ് ആയാലും നമ്മൾ ജസീംസ് ആയാലും വിജിംസ് ആയാലും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ വരും. നമ്മളൊരു ഹോസ്റ്റലായതുകൊണ്ട് ഫാമിലി ആയിട്ട് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല. ഇങ്ങനെ കോൾ ടൈമൊക്കെ ഉണ്ടാകുമ്പോഴാണ് വിളിക്കുക. പിന്നെന്താ വിസിറ്റിംഗ് ഒന്നും അങ്ങനെ കുറവേന്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മളെ അച്ഛൻ്റെ പോലെ അമ്മേൻ്റെ പോലെയൊക്കെ നമ്മളെ കൂടെ കൂടുതലും ഉണ്ടായിരുന്നത് വരേന്. അപ്പോൾ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിന്. എക്സാമിന് മുന്നേ കയറുന്നതിൻ്റെ മുന്നേ മിസ്സുമാരൊക്കെ വിളിച്ചിട്ട് മിസ്സേ ഞാൻ എക്സാമിന് കയറാൻ പോകാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ ആക്കിയിട്ടൊക്കെ എക്സാമിന് കയറി. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ ആയിന്. പിന്നെ എക്സാമൊക്കെ എന്താ പറയുക, എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ടഫ് ആയിന്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ബയോളജിയാണ് ചെയ്തത്. അപ്പോൾ ബയോളജി ചെയ്യുമ്പം ഇവിടുത്തെ എക്സാംസ് ചെയ്ത് വന്നൊരു രീതി വെച്ചിട്ട് ഇൻ്റെത് ഒരു 45 മിനിറ്റ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ഞാൻ ചെയ്തിന്. ഒരു കുറച്ച് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയും പിന്നെ വന്നിട്ട് നോക്കാമെന്നുള്ളൊരു വിചാരത്തിൽ അങ്ങനെ ചെയ്തു പോയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബയോളജിയാണ് ചെയ്തത്. അങ്ങനെ ചെയ്ത് വന്ന് പിന്നെ ഒരു എന്താ പറയുക കെമിസ്ട്രി ചെയ്ത് വന്നപ്പോഴും വലിയ പ്രശ്നമില്ല. പിന്നെയാണ് ഫിസിക്സിൽ വന്നത്. ഫിസിക്സ് വന്നപ്പോൾ കുറച്ച് ആദ്യമൊക്കെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ബാക്ക് നിന്ന് ചെയ്യുക. അപ്പോൾ ബാക്കിലെ ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞാൽ വലിയൊരു ക്വസ്റ്റ്യൻ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കുറച്ച് ടൈം എടുക്കും, വായിക്കാൻ തന്നെ കുറേ ഉണ്ട്, അപ്പോൾ അത് വേണ്ട. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ ക്വസ്റ്റ്യൻ, ചെറിയ കോൺസെപ്റ്റ് ഉള്ളത്, പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്, അതങ്ങനെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ അതങ്ങനെ വേഗം ചെയ്യുക. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫിസിക്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഒരു 3 മണിക്കൂർ ടൈം, ഒരു 3 മണിക്കൂർ ആവുന്നതിൻ്റെ മുന്നേ നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ബയോളജിയും കെമിസ്ട്രിയും ഒരു നല്ലൊരു ഇതിന് എഴുതാൻ പറ്റി. ഫിസിക്സ് കുറച്ച് ലെഫ്റ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റി. പക്ഷേ ലാസ്റ്റിൽ എന്താ പറയുക, ഒരു 5 മിനിറ്റ്, ആ ഒരു 5 മിനിറ്റിൻ്റെ ടൈമിൽ എന്തോ പെട്ടെന്ന് നോക്കുമ്പം ആ ലെഫ്റ്റിൻ്റെ ഇതൊരു എണ്ണം കണ്ടപ്പോൾ ഒന്ന് പാനിക്കായി. പക്ഷെ എന്നാലും പ്രശ്നമില്ല. അതിലൊരു എന്താ പറയുക 2-3 എണ്ണം ഒന്ന് തെറ്റിച്ചേ. പക്ഷെ എന്നാലും പ്രശ്നമില്ല, കുഴപ്പമില്ല. ഒരു നല്ല മാർക്കിലെത്തി, സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. പിന്നെ എന്താ എനിക്കിനി പറയാനുള്ളത്, ഇനി ഇങ്ങോട്ട് വരാൻ പോണ കുട്ടികളോടാണ്, ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് ഇനി പറയാനുള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, റേസ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഒരു നല്ല എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ പറയുന്നത് ദിസ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷനാണ്. അത് അങ്ങനെ തന്നെ എന്താ പറയുക പ്രൂവ് ചെയ്തു എന്ന് വേണം പറയാൻ. ഞങ്ങൾ എന്താ പറയുക ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ കൂടുതലും ഒരു ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇരിക്കുകയും ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ, എന്തൊക്കെ തെറ്റി, എന്നിട്ട് നമ്മൾ തന്നെ തമ്മിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ചെയ്തവർ, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ലെഫ്റ്റ് ആയി തെറ്റിയവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്തവർ ചെയ്യാത്തവർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ബോണ്ട് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് വളർത്തിയെടുക്കാൻ പറ്റി. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ്റെ ഒരു സ്പേസിന് ഹോസ്റ്റൽ. മെറ്റീരിയൽസ് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽസാണ്. ഇപ്പോൾ റേസിൻ്റെ ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടുണ്ടാവും. റേസിൻ്റെ മെറ്റീരിയൽസ്, നമുക്ക് ഇവിടുന്ന് നടന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതൊക്കെയും നോക്കിയിട്ട് റേസിലെ എക്സാംസും ഒക്കെയും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് മോഡൽ, അല്ലെങ്കിൽ ചിലപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ, ചിലപ്പോൾ നമ്പർ മാറാണ്ട്, ഓപ്ഷൻ പോലും മാറാണ്ട് വരെ ക്വസ്റ്റ്യൻസ് നീറ്റിന് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു ഇത്രയും സ്കോറിലെത്താൻ പറ്റി എനിക്ക് തോന്നുന്നു ആ ഒരു ഇതുകൊണ്ട് ആയിരിക്കും. അതിന് തന്നെ ഭയങ്കര താങ്ക്ഫുള്ളാണ്. അഞ്ചര കഴിഞ്ഞ വർഷം റിപ്പീറ്റ് ചെയ്തതായിരുന്നു. ഇപ്പോൾ 581 മാർക്ക് നേടി 3374 റാങ്കിലാണ്. റേസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ നല്ല സപ്പോർട്ടാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ചെറിയ മാനസിക പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് ജെസ്സിയ മിസ്സിനെ വിളിച്ചാലും അതുപോലെ റിജി സാറിനെയൊക്കെ വിളിച്ചാലും എപ്പോഴും കൃത്യമായിട്ടുള്ള കാര്യങ്ങളും മറുപടികളൊക്കെയാണ് അതിൻ്റെ അകത്ത് കിട്ടൽ. നമുക്ക് എപ്പോഴും കുട്ടികളെ പഠിക്കുന്ന സമയത്ത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോനെയും അവിടെ തന്നെ ചേർത്തി. അജയിനെ അവിടെ ചേർത്താണ്ട ഒരു കാരണം നമുക്ക് കൃത്യമായിട്ടൊരു മറുപടി. നമ്മളിപ്പോൾ എപ്പോഴും മറ്റു പല സ്ഥാപനങ്ങളെ പറ്റിയിട്ട് പലരും പറയാറുണ്ട് എന്നോട്. പക്ഷെ റേസിൽ നിന്ന് ബേസ് കിട്ടിയിട്ട്, ഇപ്പോൾ +2 പഠിക്കുന്ന സമയത്ത് റേസിൽ നിന്നാണ് ഇവർക്കുള്ള ബേസ് കിട്ടുന്നത്. അപ്പോൾ ആ ബേസ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു സ്ഥാപനത്തിൽ പോയാലും ജയിച്ചു പോവാം. ബേസാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ആ ബേസ് കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതിൽ, കുട്ടികൾക്ക് നൽകുക എന്നുള്ളതിൽ റേസ് നല്ലൊരു ഇൻവോൾവ്മെൻറ്റ് എടുക്കുന്നുണ്ട്, നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദിലീപ് സാറ്, അതുപോലെ നസീർ സാറ്, SKയുടെ ഓരോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും
ശ്രദ്ധിക്കുന്ന സമയത്ത് റേസിനകത്തുനിന്ന് പെട്ടെന്ന് കുട്ടികൾക്ക് ജയിച്ചു പോകാൻ സാധ്യതയുള്ളതാണ്. മോക്ക് ജെഇ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു, 97.29% ഉണ്ടായിരുന്നു. എൻജിനീയറിങ്ങിന് പോകുന്നതിലുള്ള താല്പര്യക്കുറവ് പറഞ്ഞപ്പോൾ ഞാൻ അതിലൊരു പ്രഷർ കൊടുത്തില്ല. നീറ്റിനാണ് താല്പര്യം എനിക്ക്, അതിൽ വേണ്ടിയിട്ട് ഞാൻ റേസിൽ നിന്ന് അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനത് തുടർന്ന് പോകാനാണ് താല്പര്യം കാണിച്ചിട്ടുള്ളത്. റേസിൽ എന്തായാലും വളരെ നല്ല ഹോസ്റ്റലിലൊക്കെ നല്ല രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പോയി കാണുന്ന സമയത്തൊക്കെ വളരെ സന്തോഷത്തോടെയാണ് കുട്ടികളെ കാണുന്നത്. വളരെ സന്തോഷകരമായൊരു സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും നല്ലൊരു വിജയം ഉണ്ടാക്കി തന്നതിൽ റേസിനെപ്പോഴും അഭിനന്ദിക്കുകയാണ്. റേസിന്ന് തുടർന്നും കുട്ടികൾക്ക് നല്ലൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാനുള്ള സാഹചര്യം ഇനിയും റേസിലുണ്ട്. അത് കുട്ടികളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് റേസിൽ ചേർന്ന് തന്നെ പഠിക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ഞാൻ കൂടുതലും ബയോളജിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ലൈബ്രറിയിൽ പോയിരുന്നിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യുകയായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇത്ര ടൈമിൽ ഇത്ര ക്വസ്റ്റ്യൻ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തു. പക്ഷേ ബയോളജിയിൽ അങ്ങനെ കുറേ വാരി വലിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയാം. ഇപ്പം നമ്മൾ ആദ്യം ടെക്സ്റ്റ് വായിക്കുക, പിന്നെ ഒരു 100 ക്വസ്റ്റ്യൻസ്, ഒരു എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ അതിലൊരു കുറച്ച് തെറ്റ് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്ന് പിന്നെ ഏത് ടോപ്പിക്കാണ് തെറ്റിയത് അങ്ങനെ സെലക്റ്റീവായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അതാകുമ്പോൾ ഈ ബയോളജി കുറച്ചും കൂടെ നമുക്ക് ചില ചാപ്റ്റേഴ്സ്, ഇപ്പോൾ ഒരു ജെനറ്റിക്സ് ഒക്കെ ആകുമ്പോൾ ചില ചാപ്റ്റേഴ്സ്, ചില കോൺസെപ്റ്റ് അത് ഒരു വീക്കായിട്ടുള്ള പോയിന്റ് ഉണ്ടാവും. ചിലപ്പോൾ ആ ചാപ്റ്റർ മൊത്തത്തിലൊരു പ്രശ്നമുള്ള മാതിരി ഉണ്ടാവും. അപ്പോൾ ആ ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ സെലക്റ്റീവായിട്ട് പഠിക്കുക. ഇപ്പോഴത്തെ ഒരു എക്സാമിൻ്റെ മോഡൽ വെച്ചിട്ട് നമ്മൾ ജെയിൻ്റെ ക്വസ്റ്റ്യൻ കൂടെ പ്രാക്ടീസ് ചെയ്യണമെന്നേ ഞാനും പറയുള്ളൂ. ഒരു ജെയിൻ്റെ ഒരു മെയിൻസ് ഒരു അത്ര നല്ല ഒരു പ്രീവിയസ് ഇയർ അല്ലാതെ ഒരു നല്ലൊരു ടൈപ്പ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഫിസിക്സിന് പ്രത്യേകിച്ചും കെമിസ്ട്രിക്കും. ഇപ്രാവശ്യത്തെ നീറ്റിന് വന്നത് തന്നെ ജെഇ അഡ്വാൻസ്ഡ് എന്താ പറയുക പ്രീവിയസ് ഇയർ ആയ ക്വസ്റ്റ്യൻ പോലും നീറ്റിന് വന്നീന്. അപ്പം നമ്മൾ ജെയിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയണത്. ഒരു ലെവൽ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. ഫിസിക്സ് പറഞ്ഞാൽ എന്താ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് ചെയ്യുന്നതായിക്കോട്ടെ, ടീച്ചേഴ്സ് ക്ലാസ് ചെയ്ത പ്രോബ്ലം ആണെങ്കിൽ കൂടി ചിലപ്പോൾ ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്റ്റലിൽ നിന്നാണെങ്കിൽ റൂമിൽ പോയിട്ട്, അല്ലെങ്കിൽ ഡേ സ്കോളേഴ്സ് ആണെങ്കിൽ വീട്ടിൽ പോയിട്ട് ആ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. കുറേ പുസ്തകങ്ങൾ വാങ്ങി അങ്ങനെ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് അതുകൊണ്ട് കാര്യം നമ്മൾ ചെയ്യുന്ന സാധനം വൃത്തിയായിട്ട് ഫുൾ കവർ ചെയ്ത് പോവുക. കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാൻ നോക്കുക. എക്സാം ടൈമിങ്ങിലൊന്നും എന്താ പറയുക ഉറങ്ങാനോ ആ ഒരു 2 o'clock to 5 o'clock ആ ടൈമിൽ ഉറക്കം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ആ ടൈമിൽ എക്സാം പ്രാക്ടീസ് ചെയ്യുക അവസാനത്തേക്കാകുന്ന സമയത്ത്. ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് എക്സാം നടത്തിയത്. പക്ഷേ ഞാൻ അതിൻ്റെ ഇടയിലും ഇങ്ങനെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഒക്കെ ആയിട്ട് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടില്ല. അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്ന് ഒരു എന്നും ഇപ്പോൾ റേസിൻ്റെ എക്സാം നടക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എക്സാം എഴുതും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ എക്സാം കഴിഞ്ഞിട്ട് അതിൽ വന്ന തെറ്റുകൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടായിരുന്നു എനിക്ക്, അതിലേക്ക് എഴുതും. പിന്നെ ഒരു ഇത്ര ഡേയ്സ് കഴിഞ്ഞാൽ ഞാൻ റിവൈസ് ചെയ്ത് നോക്കി എന്തൊക്കെയൊക്കെ തെറ്റ് പറ്റി, ആ തെറ്റ് ഞാൻ ഇനിയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. ചിലപ്പോൾ ഞങ്ങൾക്ക് സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് തന്നാൽ ആ തെറ്റ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ചെയ്യരുത്. ഒരു മിസ്റ്റേക്ക് ആദ്യം വന്നാൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാം, പഠിക്കാം. രണ്ടാമത്തെ പ്രാവശ്യം ആ മിസ്റ്റേക്ക് ആവർത്തിക്കരുത്. അങ്ങനെ വന്നാൽ അതൊരു മിസ്റ്റേക്ക് അല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കിയിട്ട് വേണം പഠിക്കാൻ. ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡൻറ്റ് വെച്ച് കാലൊന്ന് പൊള്ളിയുണ്ടായിന്. ചെറുതായിട്ടൊന്നുമില്ല, ഒരു കാര്യമായിട്ട് വലുതായിട്ട് എൻ്റെ പൊള്ളിയിൽ. ആ ഒരു ഇതിൻ്റെ ശേഷം ആ അമ്മേനെ ട്രീറ്റ് ചെയ്തൊരു ഡോക്ടറുണ്ട്. ഡോക്ടറായിട്ട് ഞങ്ങൾ നല്ല ഫാമിലി ആയിട്ട് തന്നെ നല്ല കമ്പനിയാണ്. അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ടൊക്കെയാണ് ഒരു എന്താ പറയുക ഇൻഫ്ലുവൻസ് ആവുക, ഒരു മോട്ടിവേഷൻ ആവുക എന്നൊക്കെ പറയാം. അങ്ങനെ അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇങ്ങനെ ഡോക്ടർ ആവുക എന്നുള്ളൊരു ഇത് ഉള്ളിൽ കയറിയത്. അതിൻ്റെ ശേഷം പിന്നെ റേസിൽ വന്നു, പിന്നെ റിപ്പീറ്റൊക്കെ ചെയ്യാം. പിന്നെ ആ ഒരു ടൈമിൽ എനിക്ക് അതന്നെ ഡോക്ടർ ആയാൽ മതി എന്നുള്ളൊരു തന്നെയാണ്. ആ ഒരു വാശീൻ്റെ ഇതിലാണ് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. ഇത്ര മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞതും ചിലപ്പോൾ ആ ഒരു മോട്ടിവേഷൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഒക്കെ കാരണം കൊണ്ടാണ്. നല്ല ഹാപ്പിയാണ്. എന്നിപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടറെ വിളിച്ചിട്ടൊക്കെ അച്ഛൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സാർ നല്ല ഹാപ്പിയാണ്, അപ്പോൾ ഇനി എന്താ പറയുക നല്ലൊരു ഡോക്ടറായിട്ട് വരാൻ സാറ് എന്താ പറയുക വിഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഹാപ്പിയാണ്.